കിൻഫ്ര ജലമൂറ്റ് പദ്ധതിക്കെതിരെ ജനകീയ പ്രതിഷേധ സംഗമം. 50 ലക്ഷം ജനങ്ങളുടെ ഏക കുടിവെള്ള ആശ്രയമായ ആലുവ പെരിയാറിൽ നിന്നും ജലമൂറ്റുന്നത് തടയുക എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ജനകീയ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. രാവിലെ നടന്ന ജനകീയ പ്രതിഷേധ സംഗമത്തിൽ കിൻഫ്ര പദ്ധതിയുടെ പൈപ്പ്ലൈൻ ജോലികൾ ബെന്നി ബെഹനാൻ MP, ആലുവ MLA അൻവർ സാദ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. 2022 എതിർപ്പിനെ തുടർന്ന് നിർത്തിവെച്ച ശേഷം ഇന്ന് പുനരാരംഭിച്ച പൈപ്പ്ലൈൻ ജോലികളാണ് MP-യുടെയും MLA-യുടെയും നേതൃത്വത്തിൽ തടഞ്ഞത്. കിൻഫ്രയിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കുന്നതല്ല. കാരണം അത് നമുക്കറിയാം, ഒരു രാജ്യത്തായാലും ഒരു നാട്ടിലായാലും ഫസ്റ്റ് പ്രയോറിറ്റി കുടിവെള്ളത്തിനാണ്. അതാണ് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം. കിൻഫ്ര പദ്ധതി അവിടെ നടക്കുന്ന പദ്ധതിയോട് ഞങ്ങൾ നേരത്തെ കൂട്ടി തന്നെ പറഞ്ഞു. വെള്ളം ഏറ്റവും വലിയ ജലസ്രോതസ്സാണ്. എറണാകുളത്തും പരിസര പ്രദേശത്തുമുള്ള മുഴുവൻ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും പഞ്ചായത്തുകളിലേക്കും ശുദ്ധജലം എത്തിക്കുന്നത് പെരിയാറിൽ നിന്നാണ് വർഷങ്ങളോളമായി. ഇന്ന് ഈ പ്രദേശത്ത് പല പ്രദേശത്തും കുടിവെള്ളക്ഷാമം ഉണ്ടായിരിക്കുന്നു. ആ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 190 MLD-യുടെ ഒരു ശുദ്ധജല വിതരണ പദ്ധതിക്ക് ഗവൺമെന്റ് തുടക്കം കുറിക്കുമെന്ന് പറയുന്നു. അത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു നടപടിയും സ്വീകരിക്കാതെയാണ് കിൻഫ്രയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് അതിന്റെ നടപടികൾ സത്വരമാക്കി മുന്നോട്ട് പോകുന്നത്. മൈനർ ഇറിഗേഷൻ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. പെരിയാറിൽ വെള്ളം താഴ്ന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാർഷിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ അവതാളത്തിലാകും. അതുകൊണ്ട് പരിഗണന കൊടുക്കേണ്ടത് ആദ്യം കുടിവെള്ളം, പിന്നീട് കാർഷിക മേഖല, പിന്നീടാണ് വ്യവസായ മേഖല. രാവിലെ 11 മണിയോടെ ആലുവ തോട്ടുമുഖം എടയപ്പുറം റോഡ് കവലയിലാണ് പൈപ്പ്ലൈൻ ജോലികൾ തടഞ്ഞത്. തുടർന്നുണ്ടായ ഉന്തിലും തള്ളിലും കിൻഫ്ര ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. കാലടി നീലീശ്വരം സ്വദേശി ഹരികൃഷ്ണനാണ് പരിക്കേറ്റത്. തുടർന്ന് പോലീസ് ഇടപെട്ട് സമരക്കാരെ പിന്തിരിപ്പിച്ചു. നിർത്തിവെച്ച പൈപ്പ്ലൈൻ ജോലികൾ ഇന്നു മുതൽ പുനരാരംഭിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. തോട്ടുമുഖത്ത് സ്ഥാപിക്കുന്ന പ്ലാന്റിൽ നിന്നാണ് കാക്കനാട്ടെ കിൻഫ്രയുടെ വ്യവസായ പാർക്കിൽ വെള്ളം എത്തിക്കുക. 45 ദശലക്ഷം ലിറ്റർ വെള്ളമാണ് കിൻഫ്രയ്ക്ക് ലഭിക്കുക. ഇത്രയും വെള്ളം പെരിയാറിൽ നിന്നെടുക്കുന്നത് കുടിവെള്ള പദ്ധതികളെ ബാധിക്കുമെന്ന പരാതി ഉയർന്നതോടെയാണ് നിർമ്മാണം നിർത്തിവെച്ചത്. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.